തൃശൂർ കൊടകര ദേശീയപാതയിൽ നടന്ന കവർച്ചയോടനുബന്ധിച്ചുള്ള അന്വേഷണത്തിൽ 3.5 കോടി രൂപയുടെ കുഴൽപ്പണം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു പ്രമുഖ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രചരണത്തിനായി കൊണ്ടുവന്നതാണെന്ന് പിടിയിലായവർ മൊഴി നൽകിയതായി പറയപ്പെടുന്ന സാഹചര്യത്തിലും അന്വേഷണം പ്രസ്തുത പാർട്ടിയിലെ ഉന്നത നേതാക്കളിലേക്ക് നീളുന്ന സാഹചര്യത്തിലും അന്വേഷണം ത്വരിതപ്പെടുത്തി കുറ്റക്കാരെ നിയമത്തിനു മുമ്പിൽ കൊണ്ടുവരേണ്ട സാഹചര്യം സഭാ നടപടികൾ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് സർവശ്രീ ഷാഫി പറമ്പിൽ, പി കെ ബഷീർ, മോൻസ് ജോസഫ്, അനൂപ് ജേക്കബ്, മാണി സി കാപ്പൻ എന്നീ ബഹുമാനപ്പെട്ട അംഗങ്ങൾ റൂൾ 50 പ്രകാരം നോട്ടീസ് നൽകിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി. സർ, കോഴിക്കോട് ചേളന്നൂർ സ്വദേശിയായ ഷംജീർ ഉടമസ്ഥതയിലുള്ള KL 56G 6786 നമ്പർ കാറിൽ കോഴിക്കോട് നിന്നും ആലപ്പുഴയിലേക്ക് കൊണ്ടുപോയ 25 ലക്ഷം രൂപയും കാറും 3/4/21 പുലർച്ചെ 4:30 മണിയോടെ തൃശ്ശൂർ കൊടകര ബൈപ്പാസിൽ വെച്ച് ഒരു സംഘം ആളുകൾ കവർച്ച ചെയ്തു എന്ന് പരാതിയുണ്ടായി. ഇത് സംബന്ധിച്ച് ഷംജീർ കൊടകര പോലീസ് സ്റ്റേഷനിൽ ഹാജരായി മൊഴി നൽകുകയുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ IPC 395 വകുപ്പ് പ്രകാരം ക്രൈം 146/21 കേസ് രജിസ്റ്റർ ചെയ്ത് കൊടകര പോലീസ് സ്റ്റേഷൻ SHO അന്വേഷണം നടത്തിയിട്ടുണ്ട്. പരാതിക്കാരനായ ഷംജീറിനെയും പണം ഏൽപ്പിച്ചയച്ച കോഴിക്കോട് സ്വദേശി ധർമ്മരാജനെയും വിശദമായി ഇത് സംബന്ധിച്ച് ചോദ്യം ചെയ്തു. കവർ ചെയ്യപ്പെട്ട കാറിൽ 3.5 കോടി രൂപ ഉണ്ടായിരുന്നതായി ചോദ്യം ചെയ്യലിൽ വ്യക്തമായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ മേൽ നമ്പർ കേസിൽ IPC 412, 212, 120B എന്നീ വകുപ്പുകൾ കൂട്ടിച്ചേർത്തു. തുടർന്ന് തൃശ്ശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവിയുടെ 25/4/2021 ഉത്തരവ് പ്രകാരം ചാലക്കുടി DYSP കേസിൻ്റെ അന്വേഷണം ഏറ്റെടുത്തു. സർ, തുടർന്ന് സംസ്ഥാന പോലീസ് മേധാവിയുടെ 5/5/2021 ഉത്തരവ് പ്രകാരം കേസിൻ്റെ അന്വേഷണത്തിനായി തൃശ്ശൂർ റേഞ്ച് DIGയുടെയും എറണാകുളം ക്രൈംബ്രാഞ്ച് SP-യുടെയും മേൽനോട്ടത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചു. അന്വേഷണ ഉദ്യോഗസ്ഥനായി പാലക്കാട് DYSPയെ ചുമതലപ്പെടുത്തുകയും അന്വേഷണ സംഘം 10/5/2021 മുതൽ കേസിൻ്റെ അന്വേഷണം ഏറ്റെടുത്ത് നടത്തിവരികയുമാണ്. കേസ് അന്വേഷണത്തിൻ്റെ ഭാഗമായി 96 സാക്ഷികളുടെ മൊഴി രേഖപ്പെടുത്തി. 20 പ്രതികളെ അറസ്റ്റ് ചെയ്ത് നിയമ നടപടികൾ സ്വീകരിച്ചിട്ടുമുണ്ട്. അറസ്റ്റ് ചെയ്ത പ്രതികളെല്ലാവരും ജുഡീഷ്യൽ കസ്റ്റഡിയിലാണ്. കവർ ചെയ്യപ്പെട്ട 3.5 കോടി രൂപയിൽ 1,01,12,001 രൂപയും കവർ ചെയ്ത പണം ഉപയോഗിച്ച് വാങ്ങിയ 347 ഗ്രാം സ്വർണ്ണാഭരണങ്ങളും മൊബൈൽ ഫോണുകളും വാച്ചുകളും കണ്ടെടുത്തിട്ടുണ്ട്. അന്വേഷണം ഊർജിതമായി നടന്നുവരുന്നു. എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് കൊച്ചിൻ സോണൽ ഓഫീസിൽ നിന്നും 27/5/2021 കേസിൻ്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ആവശ്യപ്പെട്ട് കത്ത് നൽകിയിട്ടുണ്ട്. ആവശ്യമായ വിവരങ്ങൾ അന്വേഷണ ഉദ്യോഗസ്ഥൻ 1/6/2021 എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിന് നൽകിയിട്ടുമുണ്ട്. സർ, അന്വേഷണം നല്ല രീതിയിൽ പുരോഗമിക്കുകയാണ്. ഈ ഘട്ടത്തിൽ സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യേണ്ട ഒരു ആവശ്യം ഇക്കാര്യത്തിൽ ഉണ്ടാകുന്നു. ശ്രീ ഷാഫി പറമ്പിൽ. സർ, November 8, 2016 വൈകിട്ട് 8 മണി. To break the grip of corruption and black money, we have decided that the 500 and 1000 rupee currency notes presently in use will no longer be legal tender from midnight tonight. ഇന്ത്യ രാജ്യത്തിൻ്റെ സമ്പദ്ഘടനയെ, ഈ രാജ്യത്തിൻ്റെ വളർച്ചയെ, ഈ രാജ്യത്തിൻ്റെ ഭാവിയെ, ചെറുപ്പക്കാരൻ്റെ തൊഴിലിനെ, സംരംഭങ്ങളെ ആകെ തകർത്ത് തരിപ്പണമാക്കിയ മരമണ്ടൻ തീരുമാനം ഇന്ത്യ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ച ദിവസമായിരുന്നു November 8, 2016 നോട്ട് നിരോധനം. സർ, 5 ദിവസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഗോവയിലെ പനാജിയിൽ പത്രങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു വാചകം ടിയറി ഐറ്റ് മോഡിജി ഇൻ ഗോവ പനാജിയിൽ നടത്തിയ പ്രസംഗത്തിൽ പിന്നെ പറയുന്നു, ഇൻ ദിസ് ഫൈറ്റ് അഗെയിൻസ്റ്റ് കറപ്ഷൻ, ബ്ലാക്ക് മണി, ഫേക്ക് നോട്ട്സ് ആൻഡ് ടെററിസം, ഗിവ് മി 15 days, burn me alive if I am wrong. കള്ളപ്പണത്തിന് 50 days, കള്ളപ്പണത്തിന്, തീവ്രവാദത്തിന്,
കള്ളനോട്ടിന് അഴിമതിക്കെതിരായിട്ടുള്ള പോരാട്ടത്തിൽ എൻ്റെ നടപടികൾ തെറ്റാണെങ്കിൽ എനിക്ക് 50 ദിവസം തരൂ, എനിക്ക് തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ എന്നെ പച്ചയ്ക്ക് കത്തിച്ചോളൂ എന്ന് പത്രഭാഷയിൽ ഒരിക്കൽ കൂടെ പറഞ്ഞാൽ ടിയറി ഐഡ് മോഡിജി ഗോവയിലെ പനാജിയിൽ നടത്തിയ പ്രസംഗമാണ്. Respected Prime Minister, it's been 1,600 plus days since November 13, 2006 till April 3rd of 2021. Nothing has worked out in the country's favor. We are not here to burn anyone alive. But what Kerala has done to you, like Kerala have contained BJP into zero, tomorrow the nation is going to do that. എന്ന കാര്യത്തിന് ഒരു സംശയവും വേണ്ട. സർ, 1600 ദിവസങ്ങളായി എനിക്ക് തെറ്റുപറ്റിയാൽ 50 ദിവസം തരൂ എന്ന് രാജ്യത്തിന്റെ ജനങ്ങളുടെ മുന്നിൽ കണ്ണീര് പൊഴിച്ച് പറഞ്ഞ പ്രധാനമന്ത്രിയുടെ പ്രസംഗം കഴിഞ്ഞിട്ട് 1600 ദിവസമായി. ഇന്നേക്കല്ല, ഏപ്രിൽ 3, 2021. ഏപ്രിൽ 3, 2021 1600 ദിവസങ്ങൾ കള്ളപ്പണത്തിനെതിരായിട്ടുള്ള പോരാട്ടത്തിന് തന്റെ നടപടിക്കായി എന്ന് അറിയിക്കപ്പെട്ട ദിവസത്തിൽ കള്ളപ്പണം കടത്താൻ ശ്രമിച്ചതിന്റെ പേരിൽ, തെരഞ്ഞെടുപ്പ് ഫണ്ട് എന്ന പേരിൽ ഇവിടെ ഈ രാജ്യത്തെ ഏറ്റവും വലിയ സാമ്പത്തിക കുറ്റകൃത്യമെന്ന് BJP തന്നെ വിശേഷിപ്പിക്കുന്ന രേഖയില്ലാത്ത പണം കേരളത്തിൽ ചെലവഴിക്കാൻ BJP നേതാക്കന്മാരുടെ ഒത്താശയോടെ കടന്നു വന്ന് പിടിക്കപ്പെട്ട ദിവസങ്ങൾക്ക് 1600 ദിവസമായെങ്കിൽ നോട്ട് നിരോധനത്തിന്റെ പേരിൽ ഈ രാജ്യത്ത് നടപ്പിലാക്കിയ നരേന്ദ്രമോദിയുടെ തീരുമാനത്തിന്റെ ഏറ്റവും വലിയ പരാജയത്തിന്റെ ഒടുവിലത്തെ ഉദാഹരണവും അതിന് BJP നൽകുന്ന സാക്ഷ്യപത്രവുമാണ് ഈ കൊടകരയിലെ BJPയുടെ കുഴൽപ്പണ കേസ് എന്ന് ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങൾക്കും ഇപ്പോൾ ബോധ്യപ്പെട്ടിട്ടുണ്ട്. കള്ളപ്പണത്തിനും കള്ളനോട്ടിനും തീവ്രവാദത്തിനുമെതിരെയുള്ള തലതിരിഞ്ഞ ഈ തീരുമാനം ഒരു ജീവിതകാലത്തിന്റെ കഠിനാധ്വാനം, കടലാസിന്റെ വില പോലുമില്ലെന്നറിഞ്ഞ് ചങ്കുപൊട്ടി മരിച്ചവരുണ്ട്. സർ, ആശുപത്രിയിൽ കിടക്കുന്ന അച്ഛനോ അമ്മയ്ക്കോ മരുന്ന് വാങ്ങാൻ പണമില്ലാത്തതിന്റെ പേരിൽ വരിയിൽ ക്യൂ നിന്ന് കുഴഞ്ഞു വീണ് മരിച്ചവരുണ്ട്. മകളുടെ കല്യാണം നടത്താൻ കരുതി വെച്ച പണത്തിന് കടലാസിന്റെ വിലയില്ലെന്നറിഞ്ഞ് ഹൃദയം പൊട്ടി മരിച്ചവരുണ്ട്. പൊന്നു മക്കൾക്ക് അന്നം വാങ്ങാൻ കഴിയില്ല എന്നറിഞ്ഞ് വേദനയോടെ നൊന്ത് മരിച്ചവരുണ്ട്. നൂറുകണക്കിന് ആളുകളുടെ ജീവൻ നോട്ട് നിരോധനത്തിന്റെ പേരിൽ ഇന്ത്യ രാജ്യത്ത് നടപ്പിലാക്കിയതിന് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പറഞ്ഞ മറുപടി നിങ്ങളുടെ ത്യാഗം ഈ രാജ്യത്തെ അഴിമതി മുക്തമാക്കുമെന്നുള്ളതാണ്. നിങ്ങളുടെ ത്യാഗം ഈ രാജ്യത്ത് നിന്ന് കള്ളപ്പണത്തെ തുടച്ചു നീക്കുമെന്നുള്ളതാണ്. നിങ്ങളുടെ ത്യാഗം ഈ രാജ്യത്തെ കള്ളനോട്ടിനെതിരെയുള്ള പോരാട്ടത്തിൽ ഏറ്റവും വലിയ ഫൈറ്റ് ആവുമെന്നുള്ളതാണ്. വീണെടുത്ത് കിടന്ന് വിദ്യയാക്കുന്ന ഒരു മറുപടിയുടെ പേരിൽ ഡിജിറ്റൽ ഇന്ത്യയിലേക്കുള്ള ട്രാൻസ്ഫോർമേഷൻ ആണെന്നും പറഞ്ഞു വെച്ചു. വൃദ്ധമാതാവിനെ പോലും വരിയിൽ നിർത്തി നാടകം കളിച്ച് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നടത്തിയ ഈ തീരുമാനത്തിന്റെ പേരിൽ ഈ രാജ്യത്തിനുണ്ടായ നഷ്ടങ്ങൾ എന്തൊക്കെയാണ് സാർ? 3 ലക്ഷം കോടിയുടെ കള്ളപ്പണം തിരികെ വരില്ല എന്ന് പറഞ്ഞു. ഈ രാജ്യത്തിന് അത് വലിയ നേട്ടമാകുമെന്ന് പറഞ്ഞു. അവസാനം കറൻസിയുടെ സർക്കുലേഷൻ ഉണ്ടായതിൽ 99.3% കറൻസിയും തിരിച്ചു വന്നു. സാർ, വെറും 10,700 കോടി രൂപ മാത്രം തിരിച്ചു വരാൻ ബാക്കി. എന്നാൽ പുതിയ നോട്ടടിച്ചതിൽ 12,877 കോടി രൂപ ചെലവായെന്ന് സർക്കാർ തന്നെ പറയുന്നു. ചെറുകിടം ഇടത്തരം വ്യാപാര വ്യവസായങ്ങൾ തകർന്നു. കോടിക്കണക്കിന് ആളുകൾക്ക് തൊഴിൽ നഷ്ടപ്പെട്ടു. 36 കോടിയുടെ കള്ളനോട്ട് 2017-18 പിടിച്ചത് 2000 രൂപയുടെ ആയിരുന്നു. കള്ളനോട്ടിന്റെ വിനിമയത്തിൽ 480% വർധനവുണ്ടായെന്ന് ധനമന്ത്രാലയത്തിന്റെ ഫിനാൻഷ്യൽ ഇന്റലിജൻസിന്റെ റിപ്പോർട്ട് തന്നെ വ്യക്തമാക്കി. ഈ രാജ്യത്തിന്റെ GDPക്ക് 2% തകർച്ച ഉണ്ടാവുമെന്ന് ഇന്ത്യയുടെ പ്രഗത്ഭനായ, ഇന്ത്യ ലോകത്തിനു മുന്നിൽ അഭിമാനത്തോടെ തല ഉയർത്തിപ്പിടിച്ചിരുന്ന നാളുകളിൽ ഇന്ത്യ നയിച്ച ഡോക്ടർ മൻമോഹൻ സിംഗ് ഒരു വാണിംഗ് പോലെ ഈ നാടിനോട് പറഞ്ഞപ്പോ അദ്ദേഹത്തെ കുളിമുറിയിൽ കോട്ടിട്ട് കുളിക്കുന്നവനെന്ന് പരിഹസിച്ചു. അവസാനം ഇന്ത്യയുടെ GDPക്ക് 1.5% തകർച്ചയുണ്ടായി. 2,25,00,000 രൂപയുടെ നഷ്ടം ഇന്ത്യയുടെ GDPക്ക് ഉണ്ടായി. തീവ്രവാദത്തിനെതിരായുള്ള അക്രമത്തിനുള്ള പോരാട്ടമാണെന്ന് പറഞ്ഞു. അവസാനം പുൽവാമയിലെ 40 റിസർവ് പോലീസ് ഫോഴ്സ്, സെൻട്രൽ റിസർവ് പോലീസ്, CRPFന്റെ പട്ടാളക്കാരൻ, രാജ്യത്തിന്റെ പോലീസും രാജ്യത്തിന്റെ അതിർത്തി കാക്കുന്നവനും ഈ തീവ്രവാദികളുടെ അക്രമത്തിൽ പുൽവാമയിൽ ഒരു മനുഷ്യ ബോംബിന്റെ രൂപത്തിൽ നേരിട്ട അപകടത്തിൽ അവർ ചിഹ്നച്ചിതറമാകുന്നത് നമുക്ക് കണ്ടു നിൽക്കേണ്ടി വന്നു. സാർ, എവിടെയാണ് ഈ പോരാട്ടത്തിൽ ഇന്ത്യ ജയിച്ചത്? എവിടെയാണ് ഈ പോരാട്ടത്തിൽ രാജ്യം ജയിച്ചത്? രാജ്യത്ത് കള്ളനോട്ട് ഏറ്റവും സജീവമായ വിനിമയത്തിലുണ്ട്. രാജ്യത്തെ കള്ളപ്പണം ഏറ്റവും സജീവമായ വിനിമയത്തിലുണ്ട്. ആ കള്ളപ്പണം പക്ഷേ BJPക്കാരുടെ കയ്യിലും BJPക്ക് വേണ്ടപ്പെട്ടവരുടെ കയ്യിലുമാണ് എന്നുള്ളതാണ് ഇപ്പൊ രാജ്യത്തുണ്ടായിക്കൊണ്ടിരിക്കുന്ന മാറ്റം. സാർ, ഒരു സീറ്റ് പോലും ജയിക്കുമെന്ന് ഉറപ്പില്ലാത്ത ഒരു സംസ്ഥാനത്തേക്ക് പോലും കോടിക്കണക്കിന് രൂപയുടെ ഫണ്ട് പമ്പ് ചെയ്യാൻ ഇവർക്ക് എവിടുന്നാണ് പണം? 60 വർഷം ഇന്ത്യ ഭരിച്ച കോൺഗ്രസിന്റെ ആസ്തി 1350 കോടിയാണ്. 6 വർഷം നരേന്ദ്രമോദി ഇന്ത്യ ഭരിച്ചപ്പോ BJPയുടെ ആസ്തി 23,670 കോടിയാണ് എന്നുള്ളത് സാർ ഞങ്ങൾ പറയുന്ന കണക്കല്ല.
ഏജൻസി ഫോർ ഇന്ത്യൻ ഇലക്ഷൻ വാച്ച് പറയുന്ന കണക്ക്. കള്ളപ്പണത്തിനെതിരായിട്ടുള്ള പോരാട്ടത്തിന് ധാർമ്മിക യുദ്ധം അതിന് പിന്തുണ പ്രഖ്യാപിച്ച BJPയുടെ നേതാക്കന്മാർ, ആ നേതാക്കന്മാരുടെ പ്രസ്താവനകൾ നിങ്ങൾക്കറിയാം. നോട്ട് നിരോധനം നടന്നപ്പോൾ ഇപ്പോഴത്തെ BJP സംസ്ഥാന അധ്യക്ഷൻ ശ്രീ K. സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള ആളുകൾ, ശ്രീ കുമ്മനം രാജശേഖരൻ ഉൾപ്പെടെയുള്ള ആളുകൾ അവർ പറഞ്ഞത് കള്ളപ്പണക്കാർ മാത്രം വിരളി പൂണ്ടാ മതി എന്നുള്ളതാണ്, ബാക്കിയുള്ളവർ വിരളി പൂണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. അതിനെ പിന്തുണച്ചു. ഇപ്പൊ എവിടെയാണ് സാർ കള്ളപ്പണം കേരളത്തിലേക്ക് ഒഴുകുന്നത്? ആരാണ് സാർ കേരളത്തിലേക്ക് കള്ളപ്പണം കൊണ്ടുവരുന്നത്? ഏപ്രിൽ 3 എന്ന് പറയുമ്പോൾ തെരഞ്ഞെടുപ്പിന് ഏതാനും ദിവസം മാത്രം ബാക്കി, 2 ദിവസം ബാക്കി. 2 ദിവസം ബാക്കി നിൽക്കുമ്പോൾ കർണാടകയിൽ നിന്ന് ഈ റിപ്പോർട്ടുകൾ ശരിയാണെങ്കിൽ 10ഓളം കോടി രൂപയുടെ തുക അത് 1-2 ജില്ലകളിൽ സപ്ലൈ ചെയ്ത് ബാക്കിയുള്ളതുമായിട്ട് വരുന്ന വാഹനമാണ് ഇവിടെ കൊടകരയിൽ വെച്ച് പിടിക്കപ്പെടുന്നത്. അത് പോലീസല്ല, അവിടെ ഒരു അക്രമം നടന്നു, ആ പണം തട്ടിയെടുത്തു. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കുക, അവിടെ FIR വരുന്നത് ഏപ്രിൽ മാസം 7-ാം തീയതി, അതായത് തെരഞ്ഞെടുപ്പിന്റെ 3 ദിവസം മുമ്പ് വരെ ഇതിനൊരു പരാതി കൊടുക്കാൻ പോലും ഈ പണം നഷ്ടപ്പെട്ടവർ തയ്യാറാവുന്നില്ല. ഒരു സ്റ്റേഷനിൽ ഒരു കംപ്ലൈന്റ് കൊടുക്കാൻ പോലും തയ്യാറാവുന്നില്ല. പോളിംഗ് കഴിഞ്ഞതിന്റെ പിറ്റേ ദിവസം വൈകിട്ട് രാത്രി പോയി പരാതി കൊടുക്കുന്നു. ചോദിച്ചത് 25 ലക്ഷം രൂപ നഷ്ടപ്പെട്ടതിനെ സംബന്ധിച്ചാണ്. ഷംജീർ എന്ന് പറയുന്ന ഒരാൾ പരാതി കൊടുത്തു. സാർ, ആ പണം കൊണ്ടുവന്നതും അത് വിതരണത്തിന് വെച്ചതും അതിന്റെ ഉത്തരവാദിത്വം ഉണ്ടായിരുന്നതും ധർമ്മരാജനാണെന്ന് അറിയാത്ത ഒരാളും ഇന്ന് കേരളത്തിന്റെ മണ്ണിലില്ല. അപ്പോ പണം നഷ്ടപ്പെട്ടപ്പോൾ ഒരു പരാതി ഒരു പക്ഷെ എഴുതി കൊടുക്കുകയാണെങ്കിൽ ആ ഡ്രൈവർക്ക് എഴുതി കൊടുക്കാമായിരുന്നു. പിന്നീട് 3 ദിവസം കഴിഞ്ഞ് പരാതി കൊടുക്കുമ്പോൾ ഡ്രൈവർ എഴുതി കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ആരുടെ നിർദ്ദേശപ്രകാരമാണെന്ന് വളരെ വ്യക്തമാണ്. ഈ പണത്തിന് BJPയുമായി യാതൊരു ബന്ധവുമില്ല എന്നാണ് BJPയുടെ പ്രസിഡന്റ് പറയുന്നത്. അദ്ദേഹം പറയുന്നു, പോലീസ് തലകുത്തി നിന്ന് അന്വേഷിച്ചാലും ഇത് BJPയിലേക്ക് എത്തില്ല. ഞങ്ങളുടെയും ആശങ്ക അത് തന്നെയാണ്. പോലീസ് തലകുത്തി നിന്ന് അന്വേഷിക്കരുത്, പോലീസ് നേരെ നിന്ന് അന്വേഷിക്കണമെന്ന് തന്നെയാണ് ഇക്കാര്യത്തിലുള്ള കേരളത്തിലെ ജനങ്ങളുടെയും ആശങ്ക. സാർ, BJPയുമായി ബന്ധമില്ല. RSSന്റെ സജീവ പ്രവർത്തകൻ ധർമ്മരാജൻ, BJPയുമായി ബന്ധമില്ല. ഈ തെരഞ്ഞെടുപ്പിന്റെ കാലയളവിൽ 21 ദിവസം BJP പ്രസിഡന്റ് ധർമ്മരാജനെ വിളിച്ചു. BJPയുമായി ബന്ധമില്ലത്രേ. സാർ, RSSന്റെ സംഘടനാ സെക്രട്ടറി ബന്ധപ്പെടുന്നു ഗണേഷ്, BJPയുടെ സംഘടനാ ചുമതലയുള്ളയാൾ, BJPയുമായി ബന്ധമില്ലത്രേ. പ്രചരണ സാമഗ്രികൾ എത്തിക്കാൻ വേണ്ടിയാണ് ഇദ്ദേഹത്തെ ചുമതലപ്പെടുത്തിയതെന്ന് പിന്നീട് പറഞ്ഞു. ആദ്യം ബന്ധമില്ലെന്ന് പറഞ്ഞു, പിന്നീട് പറഞ്ഞു പ്രചരണ സാമഗ്രികൾ എത്തിക്കാൻ വേണ്ടിയാണെന്ന്. ആ കാര്യത്തിൽ എനിക്കും വലിയ വിയോജിപ്പില്ല. കാരണം BJPയുടെ ഏറ്റവും വലിയ പ്രചരണ സാമഗ്രി പണം തന്നെയാണ് എന്നുള്ളത് കേരളത്തിലെ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ഒരാളെന്ന നിലക്ക് എനിക്കും നേരിട്ട് ബോധ്യപ്പെട്ടിട്ടുണ്ട്. സാർ, പണം കൈമാറിയത് യുവമോർച്ചയുടെ മുൻ സംസ്ഥാന ട്രഷറർ, അപ്പോഴും പറയുന്നു BJPയുമായി ബന്ധമില്ല. ഇതിൽ ചോദ്യം ചെയ്യപ്പെടുന്നത് തൃശ്ശൂരിലെ BJPയുടെ ജില്ലാ പ്രസിഡന്റ്, അപ്പോഴും പറയുന്നു BJPയുമായി ബന്ധമില്ല. തൃശ്ശൂരിലെ ജില്ലാ സെക്രട്ടറി ഹരി, അപ്പോഴും പറയുന്നു BJPയുമായി ബന്ധമില്ല. ആലപ്പുഴയിലെ ട്രഷറർ കർത്ത, അപ്പോഴും പറയുന്നു BJPയുമായി ബന്ധമില്ല. ആ ചോദ്യം ചെയ്യുന്ന ഒരാൾ സംസ്ഥാന പ്രസിഡന്റിനോട് ചോദിക്കണമെന്ന് പറയുന്നു. ഒരു പോസ്റ്റ് ഇട്ടതിന്റെ പേരിൽ കിരൺ എന്ന് പറയുന്ന ഒരു BJPക്കാരനെ അദ്ദേഹത്തെ വാക്സിനേഷൻ എടുക്കാൻ ചെന്ന സെന്ററിൽ വെച്ച് മർദ്ദിക്കുന്ന സാഹചര്യം ഉണ്ടാവുന്നു. ഋഷി പൽപു എന്ന് പറയുന്ന ഒരാളെ പോസ്റ്റ് ഇട്ടതിന്റെ പേരിൽ തൃശ്ശൂരിലെ ജില്ലാ സെക്രട്ടറി വിളിച്ച് പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത് വധഭീഷണി മുഴക്കുന്ന സാഹചര്യം ഉണ്ടാവുന്നു. ഈ പ്രതികൾക്ക് സഞ്ചരിക്കാനുള്ള റൂം ബുക്ക് ചെയ്ത് കൊടുത്തത് തൃശ്ശൂർ പാർട്ടി ഓഫീസിലെ സെക്രട്ടറി സതീഷ്, അപ്പോഴും പറയുന്നു BJPക്ക് ബന്ധമില്ലെന്ന്. കർണാടകയുടെ ഡെപ്യൂട്ടി മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകളുടെ പേരുകൾ ഈ കാര്യത്തിൽ പറഞ്ഞു കേൾക്കുന്നു, അപ്പോഴും പറയുന്നു BJPക്ക് ബന്ധമില്ലെന്ന്. പാർട്ടിയിലേക്ക് മുന്നണിയിലേക്കും ആളെ ചേർക്കാൻ ജനാധിപത്യ അവസരങ്ങൾ കൊടുക്കുന്നതിനെ സംബന്ധിച്ച് കേട്ടിട്ടുണ്ട്, പദവികൾ കൊടുക്കുന്നതിനെ സംബന്ധിച്ച് കേട്ടിട്ടുണ്ട്. മുന്നണിയിലേക്ക് ആളെ ചേർക്കാൻ പണം കൊടുക്കുന്ന ഏർപ്പാട് ഈ കള്ളപ്പണം കൊണ്ട് നടത്തിയതും ഇവർ തന്നെ, അപ്പോഴും പറയുന്നു BJPക്ക് ബന്ധമില്ല. എതിർ സ്ഥാനാർത്ഥിയായിട്ട് വന്നൊരാൾ വോട്ട് പിടിക്കുമെന്ന് ഭയന്ന് BSPയുടെ നേതാവിന് പണം കൊടുത്തും ഓഫർ കൊടുത്തും പിന്മാറ്റിയതിന്റെ എല്ലാ വിശദാംശങ്ങളും പുറത്തു വരുന്നു, അപ്പോഴും പറയുന്നു BJPക്ക് ബന്ധമില്ല. മറ്റൊരു പരാതി കൂടി രംഗത്ത് വന്നിട്ടുണ്ട് സാർ. മഞ്ചേശ്വരത്തെ ചില കോൺസ്റ്റിറ്റ്യുവൻസിയിലെ ചില വീടുകളിൽ വോട്ട് ചെയ്യാതിരിക്കാൻ വീടുകളിൽ പണം കൊടുത്തതായിട്ടുള്ള ആരോപണം കൂടെ അവിടുന്ന് പുറത്തു വന്നിരിക്കുകയാണ്. എന്നെ നെല്ലിക്കുന്ന അദ്ദേഹം മുഖ്യമന്ത്രിക്ക് കത്ത് കൊടുത്തിട്ടുണ്ട്. സാർ, ഈ കള്ളപ്പണം മുഴുവൻ ഒഴുക്കി കേരളത്തിന്റെ ജനാധിപത്യ സംവിധാനത്തെ, ഈ സിസ്റ്റത്തെ അതിനെ തകർക്കാനുള്ള ശ്രമം നടക്കുമ്പോൾ, ഇതിൽ ഉൾപ്പെട്ട പ്രതികളെ രാത്രി പിടിക്കുമ്പോൾ ആദ്യം വിളിച്ച 7 കോളും അത് BJPയുടെ നേതാക്കന്മാർക്ക് തന്നെയായിരുന്നു എന്ന് ഇന്ന് വാർത്തകൾ പുറത്തു വരുമ്പോൾ, കുഴലിൽ കുടുങ്ങി BJP എന്ന് വാർത്തകൾ പുറത്തു വരുമ്പോൾ, അതുപോലെ തന്നെ കൊടകര കുഴൽപ്പണമേട്ട കണ്ടെത്തിയത് മഞ്ഞുമലയുടെ അറ്റമെന്ന് വാർത്ത വരുമ്പോൾ, മുൾമുനയിലാണെന്ന് വാർത്ത വരുമ്പോൾ, കേരളം മുഴുവൻ ഈ സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പിൽ
കേരളം മുഴുവൻ ആഗ്രഹിക്കാത്ത പ്രവണതകളെ നട്ടുപിടിപ്പിക്കാൻ പണക്കൊഴുപ്പിന്റെ പേരിൽ ഈ രാജ്യത്തെ ജനാധിപത്യ സംവിധാനത്തെ അട്ടിമറിക്കാനുള്ള ശ്രമം നടക്കുമ്പോൾ ആ ഗൗരവത്തോടു കൂടി വേണം പോലീസിന്റെ അന്വേഷണം നടക്കാൻ. ആ ഗൗരവത്തോട് വേണം പോലീസിന്റെ ഇടപെടലുകൾ നടത്താൻ. അന്വേഷണ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച് പോലും ഞാൻ ഈ സമയം അധികം പറയുന്നില്ല, പക്ഷേ വ്യാപകമായ ഈ സമ്മർദ്ദങ്ങൾക്ക് അടിമപ്പെടാനുള്ള സാഹചര്യം ഉണ്ടാകുമെന്നും തരത്തിലുള്ള വാർത്തകൾ പുറത്തു വരികയാണ്. സാർ, ഒരു പാലമിട്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ന് പണ്ട് കേട്ടിട്ടുണ്ട്, ഒരു കുഴലിട്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്നാവരുത് അത് എന്നുള്ളത് ഇവിടെ സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. മറ്റു പല കേസുകളുമായി ബന്ധപ്പെടുത്തിയാണ് തന്റെ മകനെ കേസിൽ പ്രതി ചേർക്കുന്നത് എന്ന് BJPയുടെ നേതാവ് പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു, അല്ലെങ്കിൽ ചോദ്യം ചെയ്യാൻ ശ്രമിക്കുന്നെന്ന്. അത്തരം സമ്മർദ്ദങ്ങൾ അപ്പുറത്തും ഇപ്പുറത്തും ഉണ്ടായി ഈ നാടിന്റെ ജനാധിപത്യ സംവിധാനത്തെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നവർക്ക് കൂട്ടുനിൽക്കുന്ന ഒരു സംവിധാനമായി പോലീസ് മാറരുത്, ഭരണകൂടം മാറരുത്. അവസാനം അന്തർലീനമാണ് എന്നൊരു വാക്കുകൊണ്ട് അതിന് പ്രതിരോധിക്കാൻ ഈ നാടിന് കഴിയില്ല. അതുകൊണ്ട് നിഷ്പക്ഷമായ സ്റ്റാൻഡ് എടുത്ത് ഈ പ്രതികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്ന് ഓർഗനൈസ്ഡ് ലൂട്ടും ലീഗലൈസ്ഡ് പ്ലണ്ടറും മോണുമെന്റൽ മിസ്മാനേജ്മെന്റും എന്ന് പ്രിയപ്പെട്ട ഡോക്ടർ മൻമോഹൻ സിംഗ് പറഞ്ഞ വാചകം അത് അന്വർത്ഥമാക്കുന്ന അപകടങ്ങളിലേക്ക് ഈ രാജ്യത്തെ നയിച്ച വസ്തുതകൾ ഇപ്പോഴും അതുപോലെ തുടരുമ്പോൾ അതിനെ നിലക്ക് നിർത്താൻ കേരളത്തിനെങ്കിലും കഴിയണം. അതിന് നടപടികൾ എടുക്കേണ്ടത് അനിവാര്യം. അതില്ലാത്ത പക്ഷം ഈ ഗവൺമെന്റ് അതിൽ ഒത്തുകളിക്കുകയാണെന്നുള്ള ആക്ഷേപം വരും. ഈ പ്രശ്നം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന് ഞാൻ ആവശ്യപ്പെടുന്നു. സാർ, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി. സർ, ഇവിടെ ബഹുമാനായ അംഗം നമ്മുടെ കള്ളപ്പണത്തിൻ്റെ വ്യാപനത്തെക്കുറിച്ചാണ് ആദ്യ ഭാഗത്ത് പറഞ്ഞത്. ഈ സംഭവം തെരഞ്ഞെടുപ്പ് കാലത്താണ്. ഈ കള്ളപ്പണത്തിൻ്റെ വ്യാപനത്തെക്കുറിച്ച് പറയുമ്പോൾ സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷമുള്ള ഇന്ത്യയിൽ ഈ കള്ളപ്പണത്തിൻ്റെ വ്യാപനം വലിയ തോതിൽ നടന്നു എന്നത് തർക്കമില്ലാത്ത കാര്യമാണ്. കേന്ദ്ര സർക്കാർ തന്നെ ഇക്കാര്യം വിശകലനം ചെയ്യാനും നിർദ്ദേശങ്ങൾ സമർപ്പിക്കാനും പല സമിതികളെ നിയോഗിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ ആദ്യത്തേതാണ് 1950കളിൽ നിയമിക്കപ്പെട്ട നിക്കോളാസ് കൽദോർ കമ്മിറ്റി. അതിനുശേഷം 1969ൽ നിയമിക്കപ്പെട്ട വാഞ്ചു കമ്മിറ്റി ഇന്ത്യയിൽ കള്ളപ്പണത്തിൻ്റെ അനുമാനം നടത്തി. 1800 കോടി രൂപയാണ് 1968-69ൽ ഇന്ത്യയിൽ നിലവിലുണ്ടായിരുന്ന കള്ളപ്പണമെന്നാണ് കമ്മിറ്റി കണ്ടെത്തിയത്. സർ, ഇതിനുശേഷം 1984ൽ കള്ളപ്പണത്തെപ്പറ്റി പഠനം നടത്താൻ കേന്ദ്ര ധനമന്ത്രാലയം മറ്റൊരു വിദഗ്ധ സമിതിയെ നിയമിച്ചു. അവരുടെ കണ്ടെത്തൽ ആഭ്യന്തര വരുമാനത്തിൻ്റെ 21% കള്ളപ്പണത്തിൻ്റെ വലിപ്പം വരുമെന്നായിരുന്നു. അതായത് 48,422 കോടി രൂപയാണ് 1983-84ൽ കള്ളപ്പണമായി ഇന്ത്യ ഗവൺമെൻറ് സമിതി തന്നെ അനുമാനിച്ചത്. സർ, അതിനുശേഷം 2013-14 162 രാജ്യങ്ങളിലെ നിഴൽ സമ്പദ്ഘടനയെപ്പറ്റി പഠനം നടത്തിയ സാമ്പത്തിക വിദഗ്ധർ കണ്ടെത്തിയത് 2013-14 ഇന്ത്യയിൽ കള്ളപ്പണത്തിൻ്റെ തോത് ആഭ്യന്തര വരുമാനത്തിൻ്റെ 22%. ആഭ്യന്തര വരുമാനം വളരുന്ന സംഖ്യയായതിനാൽ 2013-14 കള്ളപ്പണത്തിൻ്റെ കണക്ക് 25.53 ലക്ഷം കോടിയായാണ് കണക്കാക്കിയത്. സമ്പദ്ഘടനയുടെയും നികുതി വരുമാനത്തിൻ്റെയും വളർച്ച വലിയ വേഗം കൈവരിച്ചിട്ടില്ലെങ്കിൽ പോലും കള്ളപ്പണത്തിൻ്റെ വളർച്ച അഭൂതപൂർവമായ ഗതിവേഗമാണ് രേഖപ്പെടുത്തിയത്. സർ, 1968 മുതൽ 1984 വരെ 25 ഇരട്ടി വളർന്ന കള്ളപ്പണം 2013-14 50 ഇരട്ടിയാണ് വളർന്നത്. ഇതെല്ലാം തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ അട്ടിമറിക്കുന്നതിനും ഭൂമിയിലെയും ഓഹരി വിപണിയിലെയും ഊഹക്കച്ചവടത്തിനുമാണ് ഉപയോഗിക്കപ്പെട്ടത്. ചുരുക്കത്തിൽ ജനാധിപത്യ വ്യവസ്ഥയുടെ അന്തസ്സത്തയെ
ചോർത്തിക്കളയുന്ന രീതിയിലാണ് കള്ളപ്പണത്തിൻ്റെ അതിവേഗ വളർച്ചയുണ്ടായത്. ഉദാരവൽക്കരണവും നിയന്ത്രണങ്ങൾ നീക്കം ചെയ്യലും കള്ളപ്പണം താനെ ഇല്ലാതാകുന്നതിന് കാരണമാകുമെന്നാണ് ആ കാലത്തെല്ലാം അധികാരത്തിലുണ്ടായിരുന്ന സർക്കാരുകൾ പ്രചരിപ്പിച്ചിരുന്നത്. സർ, കണക്കുകൾ സൂചിപ്പിക്കുന്നത് മറിച്ചാണ്. കോഴ ഇടപാടുകളും പൊതുമുതൽ കൊള്ളയടിക്കലും വൻതോതിൽ കള്ളപ്പണത്തിൻ്റെ വളർച്ചയ്ക്ക് കാരണമായി തീരും. ഇങ്ങനെ ഉത്ഭവിക്കുന്ന കള്ളപ്പണത്തിൻ്റെ ഒരു ഭാഗം വിദേശത്തേക്ക് പോകുന്നത് പിന്നീട് ഹവാല പണമായി തിരിച്ചു വരുന്നതും പരക്കെ അറിയപ്പെടുന്ന വസ്തുതകളുമാണ്. ഇത്തരത്തിൽ വിദേശത്ത് കടത്തിയ കള്ളപ്പണം കണ്ടെത്തി രാജ്യത്തേക്ക് കൊണ്ടുവരുമെന്നും സാധാരണക്കാരന് ആളോഹരി 15 ലക്ഷം രൂപയുടെ ഗുണം ലഭിക്കുമെന്നുമാണ് BJP 2014 തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രചരിപ്പിച്ചത്. അധികാരത്തിൽ വന്ന് 100 ദിവസത്തിനുള്ളിൽ വിദേശത്തു നിന്നുള്ള കള്ളപ്പണം നാട്ടിലേക്ക് എത്തിക്കുമെന്നാണ് വാഗ്ദാനം. കണ്ടുകെട്ടിയ എത്ര കള്ളപ്പണം നാട്ടിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടെന്ന് ഇന്ന് വരെ ജനങ്ങളോട് പറയാൻ BJP സർക്കാർ തയ്യാറായിട്ടില്ല. തിരിച്ചു കൊണ്ടുവന്ന പണത്തിൽ നിന്നും ആർക്കും ഒരു പൈസ കിട്ടിയതായി അറിവുമില്ല. 2011 UPA രണ്ടാം സർക്കാരിൻ്റെ കാലത്ത് ഇന്ത്യയിലെ കള്ളപ്പണത്തിൻ്റെ തോത് എത്രയാണെന്ന് കണക്കാക്കാനും പരിഹാര നിർദ്ദേശങ്ങൾ സമർപ്പിക്കാനും 3 സ്ഥാപനങ്ങളെ ചുമതലപ്പെടുത്തിയിരുന്നു. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് ഫൈനാൻസ് ആൻഡ് പോളിസി, നാഷണൽ കൗൺസിൽ ഫോർ അപ്ലൈഡ് ഇക്കണോമിക് റിസർച്ച്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്നിവയായിരുന്നു ഈ സ്ഥാപനങ്ങൾ. ഇവ 3 റിപ്പോർട്ടുകൾ കേന്ദ്ര സർക്കാരിന് സമർപ്പിച്ചിട്ടുണ്ട്. ആദ്യത്തെ റിപ്പോർട്ട് സമർപ്പിച്ചത് രണ്ടാം UPA സർക്കാരിൻ്റെ ഭരണകാലത്ത് 2013 ഡിസംബർ 30-നാണ്. മറ്റ് 2 റിപ്പോർട്ടുകളും സമർപ്പിക്കപ്പെട്ടത് ആദ്യത്തെ NDA സർക്കാരിൻ്റെ കാലത്താണ്. 2014 ജൂലൈ 18-നും 2014 ആഗസ്റ്റ് 21-നുമാണ് ഈ 3 റിപ്പോർട്ടുകളും പൊതുമണ്ഡലത്തിൽ വെക്കാൻ കേന്ദ്ര സർക്കാരുകൾ, അത് കോൺഗ്രസിൻ്റെ നേതൃത്വമുള്ളതായാലും BJPയുടെ നേതൃത്വമുള്ളതായാലും തയ്യാറായിട്ടില്ല എന്നതാണ് വസ്തുത. സർ, സുതാര്യതയില്ലായ്മയ്ക്ക് ഇതിൽ പരം ഒരു ഉദാഹരണം ആവശ്യമില്ല. റിപ്പോർട്ടുകൾ പുറത്തു വരാത്തതിൻ്റെ മുഖ്യ കാരണം സമ്പദ് വ്യവസ്ഥയിലെ കള്ളപ്പണത്തിൻ്റെ തോത് ക്രമാതീതമായി ഉയർന്നുവെന്ന കണ്ടെത്തലുകളാണ് എന്നാണ് പത്ര റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. സർ, 2016 നവംബർ 8-ന് നോട്ട് നിരോധനം നടപ്പാക്കിയപ്പോൾ കേന്ദ്ര സർക്കാർ ജനങ്ങളോട് പറഞ്ഞത്, നേരത്തെ ബഹുമാനായ അംഗം പറഞ്ഞതുപോലെ, ഇത് കള്ളപ്പണം ഇല്ലായ്മ ചെയ്യാനുള്ള സാമ്പത്തിക ശസ്ത്രക്രിയ എന്നാണ്. കറൻസിയുടെ ചംക്രമണം കുറയുമ്പോൾ കള്ളപ്പണം കുറയുമെന്നും നമ്മുടെ സമ്പദ്ഘടനയിൽ ആഭ്യന്തര വരുമാനത്തിൻ്റെ 12% കറൻസിയാണെന്നും ഇത് 6% കുറക്കാൻ കഴിയുമെന്നും നോട്ട് നിരോധനം ഈ ലക്ഷ്യത്തിലേക്കുള്ള മാർഗമാണെന്നുമാണ് കേന്ദ്ര സർക്കാർ അന്ന് പറഞ്ഞത്. എന്നാൽ നോട്ട് നിരോധനത്തിന് ശേഷം 5 വർഷം കഴിയാൻ പോകുന്നു. കറൻസി ആഭ്യന്തര വരുമാനത്തിൻ്റെ 14%മാണിപ്പോൾ. അസംഘടിത മേഖലക്കും സാധാരണക്കാരനും ധാരാളം ദുരന്തം വിതച്ചതൊഴിച്ചാൽ മറ്റെന്താണ് നോട്ട് നിരോധനം വഴി കൈവരിക്കാൻ കഴിഞ്ഞതെന്ന് നാം പരിശോധിക്കേണ്ടതുണ്ട്. തെരഞ്ഞെടുപ്പിൽ കള്ളപ്പണത്തിൻ്റെ ഇടപെടൽ ജനാധിപത്യത്തെ അട്ടിമറിക്കലാണെന്നത് ആരും എടുത്തു പറയേണ്ട കാര്യമില്ല. രാഷ്ട്രീയ പാർട്ടികളുടെ ഫണ്ടിങ്ങിൽ സുതാര്യത വേണമെന്ന ആവശ്യം പല കോണുകളിൽ നിന്നും ഉയർന്നു വരവേ അതിനെ പരിഹസിക്കുന്ന രീതിയിലാണ് ഇലക്ട്രൽ ബോണ്ടുകൾ പുറപ്പെടുവിക്കുവാൻ കേന്ദ്ര സർക്കാർ നിയമനിർമ്മാണം നടത്തിയത്. കള്ളപ്പണം ആവശ്യത്തിന് തെരഞ്ഞെടുപ്പിൽ ഒഴുകിയെത്താൻ എല്ലാവിധ സൗകര്യങ്ങളും ചെയ്യുന്നതാണ് ഈ നിയമനിർമ്മാണം. സർ, വ്യാജ വാർത്തകൾ സൃഷ്ടിക്കൽ, അന്വേഷണം വഴിതിരിച്ചുവിടൽ, രാഷ്ട്രീയ പ്രതിയോഗികളെ തേജോവധം ചെയ്യൽ എന്നീ ലക്ഷ്യങ്ങളോടെ കേന്ദ്ര ഏജൻസികൾ നടത്തിയ പ്രൊഫഷണലിസമില്ലാത്ത അന്വേഷണത്തെ ന്യായീകരിച്ച് നടന്ന കോൺഗ്രസും BJPയും സൃഷ്ടിച്ച പുകമറക്ക് പിന്നിലാണ് കേന്ദ്രം ഭരിക്കുന്ന കക്ഷിയുടെ ആഭിമുഖ്യത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് നടന്നിരിക്കുന്ന സ്രോതസ്സ് വെളിപ്പെടുത്താൻ കഴിയാത്ത പണത്തിൻ്റെ ഒഴുക്ക്. ഇതെല്ലാം ജനങ്ങൾ തിരിച്ചറിയുകയും വ്യാജ പ്രചാരണങ്ങളെ തള്ളിക്കളയുകയും ചെയ്തുവെന്നത്
നമ്മുടെ ജനാധിപത്യത്തിൻ്റെ ശക്തിയാണ്. സർ, സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷമുള്ള ഇന്ത്യയിൽ ജനാധിപത്യ വ്യവസ്ഥയ്ക്കുമേൽ വൻതോതിലുള്ള അഴിമതി പരത്തിയ കരിനിഴലും കള്ളപ്പണം നമ്മുടെ സാമ്പത്തിക അസമത്വങ്ങളെ വർദ്ധിപ്പിക്കുന്നതിന് നടത്തിയ പങ്കും തുറന്നുകാട്ടാൻ നിരന്തര സമരങ്ങളിലേർപ്പെട്ടത് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളാണ്. കള്ളപ്പണത്തിൻ്റെ വളർച്ചയ്ക്ക് വളക്കൂറുള്ള മണ്ണൊരുക്കിയ കോൺഗ്രസും അതിനെ പൂർവാധികം ശക്തിയായി പ്രോത്സാഹിപ്പിക്കുന്ന BJPയും ഒന്നിച്ചാണ് കേരളത്തിൽ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളെ താറടിക്കാൻ ശ്രമിക്കുന്നു എന്നത് കേവലം യാദൃശ്ചികമല്ല. കള്ളപ്പണത്തിൻ്റെ വളർച്ച തടയുകയും നികുതി സംവിധാനങ്ങൾ ശാക്തീകരിക്കുകയും അതുവഴി പൊതുഖജനാവിലെത്തുന്ന പണം പാർശ്വവൽക്കരിക്കപ്പെട്ട ജനങ്ങളുടെ ക്ഷേമത്തിന് വിനിയോഗിക്കുകയും ചെയ്യണമെന്നതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ശക്തമായ നിലപാട്. സർ, ഇവിടെ ഈ കേസുമായി ബന്ധപ്പെട്ട് ഗൗരവമായ അന്വേഷണം തന്നെയാണ് നടന്നു വരുന്നത്. ബഹുമാനായ അംഗം ഇക്കാര്യത്തിൽ നിഷ്പക്ഷമായ സ്റ്റാൻഡ് വേണമെന്ന് പറഞ്ഞു. സർ, ഇവിടെ നടക്കാൻ പാടില്ലാത്ത കുറ്റകൃത്യമാണ് നടന്നിട്ടുള്ളത്. അതിനെതിരെയുള്ള ശക്തമായ നടപടിയുമായി തന്നെയാണ് പോലീസ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായാണ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഇപ്പോൾ അന്വേഷണം നടത്തുന്നത്. സർ, ഇവിടെ അദ്ദേഹം അവസാനം ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ചില ആശങ്കകൾ അന്വേഷണവുമായി ബന്ധപ്പെട്ട് പ്രകടിപ്പിക്കണമല്ലോ എന്നുള്ളത് കൊണ്ട് ചിലത് പറഞ്ഞതാണെന്നാണ് ഞാൻ കണക്കാക്കുന്നത്. ഇതിൽ ഗൗരവമായ അന്വേഷണത്തിൻ്റെ ഭാഗമായി നിരവധി പേരെ പോലീസ് ഇതിനകം ചോദ്യം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് പത്രവാർത്തകളിലൂടെ തന്നെ വ്യക്തമാകുന്നത്. ആ വാർത്തകളിലുള്ള പേരുകൾ അദ്ദേഹം തന്നെ ഇവിടെ പറയുകയുണ്ടായി. സർ, അദ്ദേഹം പറഞ്ഞ പേരുകൾ ഞാൻ വീണ്ടും ആവർത്തിക്കേണ്ട കാര്യമില്ല. ഇവിടെ ഒരു കുറ്റവാളിയും രക്ഷപ്പെടാൻ പാടില്ല എന്ന തരത്തിൽ തന്നെയാണ് പോലീസിൻ്റെ അന്വേഷണം നടക്കുന്നത്. ഈ പറയുന്ന സ്പെഷ്യൽ ടീം നല്ല രീതിയിൽ അന്വേഷണം നടത്താൻ പേരുകേട്ടവരെ തന്നെയാണ് ഇതിന് നിയോഗിക്കപ്പെട്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി ഒട്ടേറെ പേർ ഇതിനകം ചോദ്യം ചെയ്യപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇതിൽ BJPയുടെ തൃശ്ശൂർ ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് KR ഹരിയെ, ജില്ലാ ട്രഷറർ, അതുപോലെ തന്നെ മേഖലാ സെക്രട്ടറി, തൃശ്ശൂർ ഓഫീസ് സെക്രട്ടറി, സംസ്ഥാന ഓർഗനൈസ് സെക്രട്ടറി, സംസ്ഥാന ഓഫീസിൻ്റെ സെക്രട്ടറി, തൃശ്ശൂർ ജില്ലാ പ്രസിഡന്റ്, ഇങ്ങനെയെല്ലാമുള്ളവരുടെ പേരുകൾ അദ്ദേഹം തന്നെ ഇവിടെ പറയുകയുണ്ടായി. അദ്ദേഹവും വാർത്തയിൽ നിന്നാണിത് പറഞ്ഞത്. അപ്പോൾ നിരവധി ഇതുമായി ബന്ധപ്പെട്ട ആളുകളെ ഇതിനകം ചോദ്യം ചെയ്തു എന്നാണ് വ്യക്തമായിട്ടുള്ളത്. അത് അന്വേഷണം കൃത്യമായി മുന്നോട്ട് പോകുന്നുവെന്നാണ് കാണിക്കുന്നത്. ആ ഒരു കുറ്റവാളിയും രക്ഷപ്പെടില്ല എന്നത് തന്നെയാണ് ഇവിടെ ഈ അന്വേഷണ രീതി വ്യക്തമാക്കുന്നത്. അതിൽ ആവർത്തിച്ച് വ്യക്തമാക്കാനുള്ള കാര്യം, നമ്മുടെ നാടിൻ്റെ ജനാധിപത്യ വ്യവസ്ഥിതിയെ തകർക്കാനുള്ള നീക്കങ്ങളടക്കം ഇതിൻ്റെ പിന്നിൽ നടന്നിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളടക്കം ഇതിലൂടെ പുറത്തു വരും. നമുക്ക് അന്വേഷണം കൃത്യമായി നടക്കുന്നതുവരെ കാത്തിരിക്കാം. ഗൗരവമായി തന്നെ അന്വേഷണം മുന്നോട്ട് പോകും. പിന്നെ കുഴലായി തന്നെ ഉണ്ടാവും. കുഴൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനുള്ളതായിരിക്കില്ല, അത് മനസ്സിലാക്കിക്കൊള്ളണം. ഇവിടെ ആ കുഴൽ ഉപയോഗിച്ചവർ നിർബന്ധമായും നിയമത്തിൻ്റെ കരങ്ങളിൽ പെടുക തന്നെ ചെയ്യും എന്നത് ഉറപ്പാണ്. അതുകൊണ്ട് ഒരാശങ്കയും ഉണ്ടാകേണ്ടതില്ല. അന്വേഷണവുമായി ബന്ധപ്പെട്ട മറ്റ് കാര്യങ്ങളൊന്നും ഇപ്പോൾ വെളിപ്പെടുത്തുന്നത് ഉചിതമല്ല. ഗൗരവമായി അന്വേഷണം നടക്കുന്നു, അതിന് നമുക്ക് കാത്തിരിക്കാം. ഇപ്പോൾ സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യേണ്ട ഒരു കാര്യവുമില്ല എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് ആവർത്തിച്ച് വ്യക്തമാക്കാനുള്ളത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ വിശദീകരണത്തിൻ്റെ മുമ്പായിട്ട് സർ, ഈ നമ്മുടെ കള്ളപ്പണത്തെക്കുറിച്ചും നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന സമാന്തര സമ്പദ് വ്യവസ്ഥയെക്കുറിച്ചും ഒരു അധ്യാപകനെ പോലെ ഞങ്ങൾക്ക് ക്ലാസ് എടുത്ത് തന്നതിന് ഞാൻ പ്രത്യേകമായി മുഖ്യമന്ത്രിയോട് നന്ദി പറയുകയാണ്. പക്ഷെ മുഖ്യമന്ത്രി 2 പ്രാവശ്യം മറുപടി പറഞ്ഞപ്പോഴും ഈ ഹൈവേ റോബറിയുമായി ബന്ധപ്പെട്ട് നടന്ന ഈ ഇടപാടുകളിൽ BJP സംഘപരിവാർ ശക്തികൾക്കുള്ള പങ്ക് എന്താണ് എന്ന് ഈ പോലീസിൻ്റെ കൂടെ ചുമതല വഹിക്കുന്ന, ആഭ്യന്തര വകുപ്പിൻ്റെ ചുമതല വഹിപ്പിക്കുന്ന മുഖ്യമന്ത്രി
അത് പറയാതിരിക്കാൻ വല്ലാതെ ശ്രമിച്ചു എന്നാണ് എനിക്ക് തോന്നിയത്. സാർ, ഏപ്രിൽ 4-ാം തീയതി പുലർച്ചെ 4:40 നടന്ന ഒരു കവർച്ചയാണ്. മാസം 2 കഴിഞ്ഞു. സാർ, അവിടെ എവിടെയാണ് അന്വേഷണം എത്തിയിരിക്കുന്നത്? ഇവിടെ ഈ വിഷയം അവതരിപ്പിച്ച ഷാഫി പറമ്പിൽ പറഞ്ഞു 4-ാം തീയതി വെളുപ്പിന് നടന്ന സംഭവത്തിൽ 7-ാം തീയതി രാത്രി 9:55 പോലീസിൽ പരാതി കൊടുക്കുന്നത്. സാർ, ഇപ്പോൾ 2-2.5 മാസമാവുകയാണ്. ഈ പ്രശ്നം ഒത്തുതീർക്കാൻ വേണ്ടിയിട്ട് പലവട്ടം ശ്രമം നടന്നു. സാർ, എത്ര തുകയാണ് സാർ ഈ ടീം കൊണ്ടുവന്നത്? 9.5 കോടി രൂപ കൊണ്ടുവന്നുവെന്ന് പോലീസ് തന്നെ മാധ്യമങ്ങൾക്ക് വാർത്ത കൊടുക്കുന്നു. 6 കോടി രൂപ വേറെ ജില്ലകളിൽ കൊടുത്തു എന്ന് പറയുന്നു. സാർ, എത്ര കോടി രൂപ ഈ വണ്ടിയിൽ ഉണ്ടായിരുന്നു? സാർ, ബാക്കി എത്രയുണ്ട്? ഈ 9.5 കോടി കൂടാതെ വേറെ പണം വന്നതിൻ്റെ സോഴ്സ് എന്താണ് എന്ന് പോലീസ് അന്വേഷിച്ചിട്ടുണ്ടോ? സാർ, എത്ര പണം ഇതുവരെ കണ്ടെടുത്തു? 25 ലക്ഷം രൂപ മാത്രമാണ് തങ്ങളുടെ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ചത് എന്ന് പരാതി പറഞ്ഞ ധർമ്മരാജൻ അറിയപ്പെടുന്ന സംഘപരിവാർ പ്രവർത്തകനാണ്. അയാളുടെ കയ്യിൽ 25 ലക്ഷം രൂപയല്ല ഉണ്ടായിരുന്നത്, 3.5 കോടിയോളം രൂപ വണ്ടിയിൽ ഉണ്ടായിരുന്നു എന്ന് മൊഴി കിട്ടിയിട്ടും ഈ ധർമ്മരാജൻ കേസിൽ പ്രതിയായോ? സാർ, ഇവിടെ BJPയുടെ നേതാക്കന്മാരുടെ ഒരു ലിസ്റ്റ് ഇവിടെ ശ്രീ ഷാഫി പറമ്പിൽ വായിച്ചു. യുവമോർച്ചയുടെ സംസ്ഥാന ട്രഷറർ സുനിൽ നായിക്ക്, പണം കൊണ്ടുവന്ന ധർമ്മരാജൻ, തുടർച്ചയായി ധർമ്മരാജനെ വിളിച്ചുകൊണ്ടിരുന്ന ഓഫീസ് സെക്രട്ടറിയും അതുപോലെ സംഘടനാ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകൾ, സംഘത്തിന് മുറി ബുക്ക് ചെയ്തു കൊടുത്ത BJPയുടെ തൃശ്ശൂർ ജില്ലാ നേതാക്കൾ, ആലപ്പുഴയിലെ BJP ട്രഷറർ, ഈ പണം വരുന്നത് കാത്തുനിന്ന ആലപ്പുഴയിലെ BJP ജില്ലാ ട്രഷറർ, അതുപോലെ സംസ്ഥാന BJP പ്രസിഡന്റിൻ്റെ സെക്രട്ടറി, ഡ്രൈവർ, പ്രസിഡന്റ് തന്നെ ഈ ആളുകളെ നിരന്തരമായി വിളിച്ചുകൊണ്ടിരുന്നിരുന്നു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി BJP പ്രസിഡന്റ് എന്നുള്ളൊരു വാക്കുപോലും ഉച്ചരിക്കാതെ ഇരിക്കാൻ ശ്രദ്ധിച്ചു എന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു. സാർ, കേന്ദ്രമന്ത്രി V മുരളീധരൻ പറഞ്ഞത് ഒരു ശ്മശാനത്തിൽ വിമാനം വീണപ്പോൾ 2000 ശവശരീരങ്ങൾ കിട്ടി. ഈ 2000 ശവശരീരങ്ങളിലും വിമാനത്തിൽ ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് പോലെയാണ്. വിമാനം വീണപ്പോഴുണ്ടായിരുന്ന ശവശരീരം തുകയെക്കുറിച്ചാണ് ഈ പറയുന്നത്. കേന്ദ്രമന്ത്രി പറയാണ് ഈ തുകയെക്കുറിച്ചാണ് പറയുന്നത്. തുക കൂടുതലാണ് എന്ന് പറയുന്നത് ഞങ്ങൾ കൊണ്ടുവന്ന തുകയല്ല എന്ന് പറയാൻ വേണ്ടി സമർത്ഥിക്കുകയാണ്. നമുക്കറിയാം, കേരളത്തിൽ പല വിമാനങ്ങളും ഇറങ്ങി, വിമാനത്താവളങ്ങളിൽ പല സ്ഥലങ്ങളിലും ഹെലികോപ്റ്ററുകൾ ഇറങ്ങി, പല സ്ഥലങ്ങളിലും മറ്റു വാഹനങ്ങൾ ഇറങ്ങി. എത്ര കോടി രൂപ കേരളത്തിലേക്ക് ഈ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുന്നതിന് വേണ്ടി, തെരഞ്ഞെടുപ്പിൽ ആളുകളെ സ്വാധീനിക്കുന്നതിന് വേണ്ടി ചെലവഴിക്കപ്പെട്ടു. കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇതുവരെ ഇല്ലാത്ത തരത്തിലുള്ള കള്ളപ്പണം BJP നേതാക്കന്മാരുടെ ഒത്താശയോടുകൂടി കേരളത്തിലേക്ക് കൊണ്ടുവന്നതിനെക്കുറിച്ച്, അതിൻ്റെ സോഴ്സിനെ കുറിച്ച് അന്വേഷിക്കാനുള്ള ഒരു അവസരം സംസ്ഥാന സർക്കാരിനുണ്ടായിട്ടും സംസ്ഥാനത്തെ പോലീസിനുണ്ടായിട്ടും അത് ഫലപ്രദമായി ഉപയോഗിച്ചോ എന്നതാണ് ഞങ്ങളുടെ ചോദ്യം. സാർ, എന്തുകൊണ്ടാണ് ഇത് ഇൻകം ടാക്സിനെ അറിയിക്കാത്തത് സർക്കാർ? മണി ലോണ്ടറിംഗ് ആക്ടിൻ്റെ സെക്ഷൻ 54F അനുസരിച്ച് ഇത് സംസ്ഥാന പോലീസ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് റെഫർ ചെയ്യണ്ടേ? എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പറയുന്നത് ഇത് 5 കോടി രൂപയിൽ താഴെയായതുകൊണ്ട് ഞങ്ങൾ അന്വേഷിക്കേണ്ട എന്നാണ്. ഇല്ലെങ്കിൽ അവർക്ക് സ്യൂവോ മോട്ടോവായി കേസെടുക്കാം. ഇത് 5 കോടി രൂപയല്ല, അതിനേക്കാൾ കൂടുതൽ പണം ഇതിനകത്തുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് സംസ്ഥാനത്തെ പോലീസിന് അവർക്ക് ഈ കാര്യം റെഫർ ചെയ്യാം. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്ന് പറഞ്ഞാൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് കേസ് കൊടുത്താൽ പോലീസ് അന്വേഷണം ഇല്ലാതാവില്ല. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷിക്കുന്നത് ഇതിൻ്റെ മറ്റു കാര്യങ്ങളാണ്, സാമ്പത്തിക വശങ്ങളാണ്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും ഇൻകം ടാക്സും ഈ കേസ് അന്വേഷിക്കുന്നതിൻ്റെ അതേ അവസരത്തിൽ തന്നെ സംസ്ഥാന പോലീസിന് ഈ കേസ് അന്വേഷിക്കാൻ കഴിയും. അപ്പോൾ എല്ലാ വശത്തു നിന്നും ഇത് അന്വേഷിക്കാൻ ഉത്തരവാദിത്തപ്പെട്ട കാര്യങ്ങൾ എന്തുകൊണ്ടാണ് ഇത് പറയാതെ പോയത്? ഇപ്പോൾ ഇവിടെ ആളുകൾ പോകുന്നുണ്ട്, ആളുകളെ സാക്ഷികളായി വിളിക്കുന്നുണ്ട്. ആ സാക്ഷികൾ ആരൊക്കെയാണ് എന്ന് മുൻകൂട്ടി പത്രങ്ങളിൽ വരുന്നുണ്ട്. ഈ പോകുന്ന സാക്ഷികൾ, ഈ മൊഴി കൊടുക്കാൻ പോകുന്ന ആളുകൾ, അവർക്കൊരു ബുദ്ധിമുട്ടുമില്ല. കാരണം അവരോട് നാളെ ചോദിക്കാൻ പോകുന്ന ചോദ്യങ്ങളെല്ലാം ഇന്നത്തെ ദേശാഭിമാനി പത്രത്തിലുണ്ട്. ആരെയാണ് അടുത്തയാഴ്ച സാക്ഷിയായി വിളിക്കാൻ പോകുന്നത് എന്നത് ദേശാഭിമാനി പത്രത്തിൽ മുൻകൂട്ടിയുണ്ട്. അവർക്ക് അവിടെ പോലീസ് ചോദിക്കേണ്ട ചോദ്യങ്ങളെല്ലാം ദേശാഭിമാനി പത്രത്തിൽ കൃത്യമായി ഇത് പറയുന്നുണ്ട്. സാർ, ആദ്യം ഞാൻ അവസാനിപ്പിക്കുക.
ആദ്യമായി ഇത് വരെ ആക്ഷേപിക്കുന്നതായിട്ട് കേട്ടിട്ടില്ല. പുതിയൊരാക്ഷേപമാണ് പ്രതിപക്ഷ നേതാവ് BJPക്ക് വേണ്ടി ഉന്നയിക്കുന്നത്. BJPക്ക് വേണ്ടിയിട്ടല്ലല്ലോ ഉന്നയിച്ചത്. സാക്ഷിയായി പോകുന്ന ആൾക്ക് പോലീസ് ചോദിക്കാൻ പോകുന്ന ചോദ്യങ്ങൾ മുൻകൂട്ടി കൊടുക്കുന്ന സംവിധാനം BJPയെ സഹായിക്കാൻ വേണ്ടിയിട്ടല്ലേ? നിങ്ങൾ ചെയ്യുന്നതാണ് BJPയെ സഹായിക്കാൻ വേണ്ടിയിട്ട്. അവരോട് പോലീസ് ചോദിക്കാൻ പോകുന്ന ചോദ്യങ്ങൾ മുൻകൂട്ടി പത്രത്തിൽ കൊടുക്കുക, ആരെയൊക്കെയാണ് വിളിക്കാൻ പോകുന്നത് എന്ന് മുൻകൂട്ടി പറയുക. അത് BJPയെ സഹായിക്കാൻ വേണ്ടി നിങ്ങളും നിങ്ങളുടെ പോലീസും ചെയ്യുന്ന സംവിധാനങ്ങളാണ്. ഞങ്ങൾ മുൻകൂട്ടി പറയുന്നതല്ല. ഇത് ഒരു കാര്യം സാർ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇത് IPS റാങ്കുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥ അന്വേഷിച്ചിരുന്ന കേസ് ഇപ്പോൾ ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ വെച്ചിരിക്കുന്നു. ആ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൽ ആരൊക്കെയാണ് ഉള്ളത് എന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഒന്ന് പരിശോധിക്കുന്നത് നല്ലതായിരിക്കും. സാർ, ഇവിടെ എന്ത് കാര്യം പറഞ്ഞാലും ഇവിടെ ആളുകൾക്കൊരു വലിയ സംശയം ഉണ്ടായിരിക്കുകയാണ്. കാരണം പോലീസ് ഈ കേസ് അന്വേഷണം വലിച്ചു നീട്ടുകയാണ്. ഈ വലിയ കള്ളപ്പണത്തിൻ്റെ മുഴുവൻ സോഴ്സുകളും ലഭ്യമായിട്ടും ഇൻഫർമേഷനുകൾ ലഭ്യമായിട്ടും ഈ ഹൈവേ റോബറിയുമായി ബന്ധപ്പെട്ട ആളുകളെ അറസ്റ്റ് ചെയ്തതല്ലാതെ ഇതുമായി ബന്ധപ്പെട്ട മറ്റാളുകളെ അറസ്റ്റ് ചെയ്യാനോ അവരെ കേസിൽ പ്രതികളാക്കാനോ സർക്കാർ തയ്യാറാകുന്നില്ല. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇവിടെ പറഞ്ഞു, കേന്ദ്ര ഏജൻസികൾ സർക്കാരിനെതിരായി അന്വേഷണം നടത്തുന്നു. ആ അന്വേഷണം പൂർത്തിയായിട്ടില്ല. തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് ഞാനിപ്പോൾ EDയെ കുറിച്ച്, ഞാനിപ്പോൾ സംസ്ഥാന പോലീസിനെ കുറിച്ച് പറഞ്ഞ ആക്ഷേപങ്ങൾ അങ്ങ് നേരത്തെ കേന്ദ്ര എൻഫോഴ്സ്മെന്റ് ഡയറക്ടറെ കുറിച്ച് പറഞ്ഞു. ഞാൻ അവസാനിപ്പിക്കാം. വാക്കൌട്ട് പ്രസംഗമല്ലെങ്കിൽ ഞാൻ അവസാനിപ്പിക്കാം. അങ്ങ് ഇക്കാര്യങ്ങൾ ഇത്ര വിശദമായിട്ട് ഞാൻ അവസാനിപ്പിക്കാം. വാക്കൌട്ട് നടത്തണമെങ്കിൽ ഞാൻ നടത്താം. ഞാൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ മുഖ്യമന്ത്രിയോട് ചോദിക്കുകയാണ്. അതായത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ കുറിച്ച് നിങ്ങൾ ഉന്നയിച്ച ആക്ഷേപങ്ങൾ അറിയാലോ. ഒരു സുപ്രഭാതത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും കേസ് അന്വേഷണ ഏജൻസികളെല്ലാം തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് ഒരു സുപ്രഭാതത്തിൽ കേസ് അന്വേഷണം എല്ലാം അവസാനിപ്പിച്ചു. സർ, അതുപോലെ ഈ കേസ് അന്വേഷണം അവസാനിപ്പിക്കപ്പെടുമോ? നിങ്ങൾ രണ്ടു കൂട്ടർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കേസുണ്ട്. നിങ്ങൾ രണ്ടു കൂട്ടരും തമ്മിൽ ഒരു ധാരണയിലെത്തി ഈ കേസുകൾ ഇല്ലാതാകുമോ എന്ന് കേരളം സംശയിക്കുന്നു. അതാണ് ഗുരുതരമായ പ്രശ്നം. അവിടെ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം നേരത്തെ നടന്നത് നിങ്ങൾ രണ്ടു കൂട്ടരും കൂടി യോജിച്ചുകൊണ്ടായിരുന്നല്ലോ നടത്തിയിരുന്നത്. അതിൻ്റെ ഭാഗമായി നടന്ന കാര്യത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിൽ വേഗത ഈ കൂട്ടർക്ക് കിട്ടുന്നില്ല എന്നതിലാണ് നിങ്ങൾക്ക് പരാതി ഉണ്ടായത്. എന്തുകൊണ്ടാണ് വേഗത ഇല്ലാതിരുന്നത്? അത് കെട്ടിച്ചമച്ച ഒന്നായിരുന്നു, ഇല്ലാത്ത ഒന്ന്. ഇത് ഉള്ളൊരു കാര്യമാണ്. ഞങ്ങളാരും കെട്ടിച്ചമച്ച ഒന്നല്ല. നിങ്ങൾ പറയുകയോ ഞങ്ങൾ കെട്ടിച്ചമക്കുകയോ ചെയ്തല്ല. യഥാർത്ഥത്തിലുള്ളൊരു കാര്യം. അതുമായി ബന്ധപ്പെട്ട കേസിൻ്റെ അന്വേഷണം അതിൻ്റെ ശരിയായ വഴിക്ക് തന്നെ നീങ്ങും. ഞങ്ങളുടെ പിന്തുണയൊന്നും വേണ്ടല്ലോ. കേന്ദ്ര അന്വേഷണ ഏജൻസികൾ നടത്തിയ അന്വേഷണം അങ്ങ് പല പ്രാവശ്യം പറഞ്ഞതുപോലെ എല്ലാവരെ കുറിച്ചും പറഞ്ഞു കൊടുക്കുകയാണ്. നേരത്തെ മുൻകൂട്ടി പത്രങ്ങൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നതാണ്. അതെല്ലാം തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് അവസാനിക്കുകയുണ്ടായി. അതുപോലെ പിന്നീട് നടന്നത് തർക്കമാണ്. ഞങ്ങൾ സൂചിപ്പിച്ചതുപോലെ സർക്കസിലെ തല്ലാണ് നടന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കുന്നുണ്ട്, പക്ഷെ ഒച്ച മാത്രമേ കേൾക്കുന്നുള്ളൂ, അടി നടക്കുന്നില്ല. അതുപോലത്തെ ഒരു സംഭവമായി ഈ കേസ് അന്വേഷണം സർക്കസിലെ തല്ല് പോലെ അവസാനിപ്പിക്കരുത് എന്ന് സർക്കാരിനോട് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. ഇത് വളരെ ഗൗരവതരമായിട്ടുള്ള ഒരു കേസാണ്. BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് C. സുരേന്ദ്രൻ ഉൾപ്പെടെ കേരളത്തിലെ BJP നേതാക്കൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഉൾപ്പെട്ടിട്ടുള്ള ഈ കേസ് അതിൻ്റെ യഥാർത്ഥ രീതിയിൽ അന്വേഷിക്കണം. ഇപ്പോൾ ഈ കേസ് അന്വേഷണം നടക്കുന്നത് ശരിയായ രീതിയിലല്ല. ഈ കേസ് അന്വേഷണം മന്ദഗതിയിലാണ് നടക്കുന്നത്. അതുകൊണ്ട് ഗൗരവതരമായി ഈ കേസ് അന്വേഷണം നടത്തണം എന്ന് ഞങ്ങൾ സർക്കാരോട് ആവശ്യപ്പെടുന്നു. ഒരു മിനിറ്റ് അങ്ങനെ അനുവദിക്കാം. സാധാരണ പ്രതിപക്ഷ നേതാവിന് സംസാരിക്കാൻ ആവശ്യപ്പെടുമ്പോഴെല്ലാം അനുവദിക്കാറുള്ളതാണ്. ഇവിടെ വാക്കൌട്ട് പ്രസംഗത്തിൽ ഇക്കാര്യങ്ങളെല്ലാം അങ്ങേക്ക് വിശദമായിട്ട് പറയാവുന്നതാണ്. പക്ഷേ മുഖ്യമന്ത്രിയുടെ മറുപടിക്ക് ശേഷം ഇടപെട്ട് സംസാരിക്കുമ്പോൾ ഇങ്ങനെ അതിനെ സംബന്ധിച്ച് വിശദീകരിക്കുന്നത് ഉചിതമല്ല എന്ന് ചൂണ്ടിക്കാണിക്കട്ടെ. ബഹുമാനപ്പെട്ട ചെയർ നിർബന്ധം ഉണ്ടെങ്കിൽ അടുത്ത ദിവസം മുതൽ ഞങ്ങൾക്ക് സംസാരിക്കാനുള്ള അവസരത്തിന് വേണ്ടി ഞങ്ങൾ വാക്കൗട്ട് നടത്തിക്കോളാം. അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്, സാധാരണ നമ്മൾ പാലിക്കുന്ന രീതിയാണ് ഇത്. നേരത്തെ ഇവിടെ ഇതെല്ലാം പ്രീസിഡന്റ് ഉണ്ട്. അങ്ങ് റെക്കോർഡ് പരിശോധിച്ച് നോക്കുക, ഇവിടുത്തെ പ്രീസിഡൻസ് പരിശോധിച്ച് നോക്കുക. വാക്കൗട്ട് നടത്താത്ത സമയത്ത് എല്ലാ സമയത്തും പ്രതിപക്ഷ നേതാവ്
സംസാരിക്കാറുണ്ട്, ബ്രീഫായി 2-3 മിനിറ്റ് സംസാരിക്കാറുണ്ട്. വാക്കൗട്ടിന് മുമ്പ് വാക്കൗട്ട് ഒഴിവാക്കാൻ വേണ്ടി സംസാരിക്കാറുണ്ട്. അല്ല, ഡിസ്പോസ് ചെയ്ത ശേഷം സംസാരിക്കാൻ അനുവദിക്കുന്നതാണ് ശരിയെന്ന് കുറിപ്പ് പ്രതിപക്ഷത്തു നിന്ന് തന്നെ വരികയും ചെയ്തിരുന്നു. അത് ഞാൻ അങ്ങേ ഓർമ്മിപ്പിക്കുകയാണ്. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ ഉപനേതാവ്. സർ, രാജ്യത്തെ വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങളെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, പ്രതിപക്ഷ നേതാവ് ഒക്കെ അവസരം കൊടുക്കുന്നത് സാധാരണ. അതുപോലെ തന്നെയാണ് സർ, വളരെ പ്രധാനപ്പെട്ട ഇത്തരം വിഷയങ്ങളെ സംബന്ധിച്ച് രാഷ്ട്രീയ പാർട്ടികൾക്കും അഭിപ്രായം പറയേണ്ടി വരും. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞാൻ അതുകൊണ്ടാണ് എഴുതിയിട്ടത്. ബഹുമാനായ സ്പീക്കർ ഇനി അവസരം തന്നില്ലെങ്കിലോ എന്ന് വിചാരിച്ച് ഞാൻ എഴുതി കൊടുത്തിട്ടുമുണ്ട്. പ്രസിഡൻ്റ് ഉണ്ട്, പ്രതിപക്ഷ ബഹുമാന ശ്രീ കോടിയേരി ഇവിടെ പ്രതിപക്ഷ ഉപനേതാവായി ഇരിക്കുന്ന സമയത്ത് നമ്മളൊക്കെ ഇടപെട്ട് തന്നെ വളരെ ലിബറലായിട്ട് പ്രശ്നങ്ങളൊക്കെ വന്ന് പറയും. പക്ഷെ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ഭരണകക്ഷിയും പ്രതിപക്ഷവും തമ്മിലുള്ള വിഷയമല്ല എന്ന് വേണമെങ്കിൽ പറയാവുന്ന ഒരു സംഗതി ആയതുകൊണ്ടാണ് ഞങ്ങൾ ആലോചിച്ച് വാക്കൗട്ട് വേണ്ട. പക്ഷേ ഇവിടെ വന്നിരിക്കുന്നത് എന്താ? ഇവിടെ വന്നിരിക്കുന്നത് നോട്ട് നിരോധനം ശ്രീ ഷാഫി പറമ്പിൽ വിശദമായിട്ട് പറയാനും മുഖ്യമന്ത്രി പരാമർശിക്കാനും ഒക്കെ ഉണ്ടായ കാരണം എന്താ? മറ്റാരുടെ കയ്യിലും പണം ഉണ്ടാവരുത്, കള്ളപ്പണം മുഴുവൻ ഞങ്ങളെ കയ്യിലേ ഉണ്ടാകാൻ പാടുള്ളൂ എന്നുള്ളതാണ് നോട്ട് നിരോധനത്തിൻ്റെ തിയറി തന്നെ. ഇവിടെ ഇപ്പോൾ എന്താ കണ്ടു, ഒരു ഇലക്ഷനിൽ ചെറിയ വ്യത്യാസമൊക്കെ കണക്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വരുന്ന സംഗതികളൊക്കെ നമുക്കൊക്കെ പരിചയമുള്ളൂ. ഇത് പറന്ന് നടന്ന് ഹെലികോപ്റ്ററിൽ പറന്ന് നടന്ന് പണം വിതരണം ചെയ്ത് മഞ്ചേശ്വരത്തൊക്കെ കണ്ടില്ലേ, ഒരു ചെറിയ സ്ഥാനാർത്ഥിയെ പിൻവലിപ്പിക്കാൻ വേണ്ടി ചെയ്ത കാര്യം പറന്ന് നടന്ന് പണം ഒഴുക്കി. അവൻ തന്നെ ഞെട്ടിയിരിക്കുകയാണ്. അപ്പോൾ അത് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കേന്ദ്ര ഗവൺമെൻറ്റും ഇപ്പോഴത്തെ ഗവൺമെൻറ്റും പഴയ കോൺഗ്രസ് ഗവൺമെൻറ്റും ഒരുപോലെയാണ് എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. കാരണം ഈ രാജ്യത്ത് അതൊരു യാതൊരു അർത്ഥം, അതാണ് പ്രധാനം. ബഹുമാനായ മുഖ്യമന്ത്രിയുടെ ഞാൻ പറഞ്ഞത് ഒരു മിനിറ്റ് പറഞ്ഞിട്ട് ഒരു കാര്യം പറയുമ്പോൾ ഒരു മിനിറ്റ് എടുക്കേണ്ടി വരില്ലേ സർ? അപ്പോൾ ബഹുമാനായ മുഖ്യമന്ത്രിയുടെ മറുപടിയുള്ള ഒരു തിയറി അതാണ്. അതല്ല, ശ്രീ മൻമോഹൻ സിംഗ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരുന്ന സമയത്തുള്ള സമീപനം ഇതായിരുന്നില്ല. ഇന്ത്യ വളർച്ചയുടെ പാതയിലായിരുന്നു. ഇപ്പോൾ BJP പറഞ്ഞുകൊണ്ടിരിക്കുന്ന ന്യായം എന്താ? കള്ളപ്പണമില്ല, ലക്ഷദ്വീപിൽ ഇപ്പോൾ പരിഷ്കാരം നടപ്പിലാക്കണീന്ന് അവർ പറയുന്ന ന്യായം എന്താ? എന്തെങ്കിലും ഒന്ന് ആ സമയത്ത് പറഞ്ഞാൽ മതി. സ്ട്രാറ്റജിക്കൽ ലൊക്കേഷൻ, അതാണിപ്പോൾ ലക്ഷദ്വീപിൻ്റെ കാര്യത്തിന് വേണ്ടി പറയുന്നത്. സ്ട്രാറ്റജിക്കൽ ലൊക്കേഷൻ, ഇനി അവിടെ എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടുക എന്ന് പറയാൻ കഴിയില്ല. അങ്ങനെ ഒരു ന്യായം പറഞ്ഞിട്ടാണ് നോട്ട് നിരോധനം നടപ്പിലാക്കിയത്. എന്നിട്ട് ഇരുട്ടിൻ്റെ മറവിൽ ചെയ്യുന്ന പണി കണ്ടോ? ഇതാണ് ഈ രാജ്യത്ത് നടക്കുന്നത്. മൻമോഹൻ സിംഗിൻ്റെ കാലത്ത് ഈ രാജ്യത്ത് നടന്നിട്ടില്ല. അന്ന് മൻമോഹൻ സിംഗിൻ്റെ കാലത്തൊരു സാമ്പത്തിക വിദഗ്ധൻ്റെയും അതുപോലെ തന്നെ ഒരു ജനാധിപത്യ സമീപനം എടുത്ത് ഇന്ത്യയെ വളർച്ചയുടെ പാതയിൽ കൊണ്ടുപോയി. ആ വ്യത്യാസം നമ്മൾ കാണണം. ഇടതുപക്ഷ ആൾട്ടർനേറ്റീവാണ് ഇന്ത്യക്ക് നല്ലതെന്ന് പറയുമ്പോൾ തന്നെ അതിപ്പോൾ അടുത്ത കാലത്തൊന്നും നടക്കാൻ പോകുന്നില്ല എന്നുള്ളത് നിങ്ങൾക്കും അറിയാം, ഞങ്ങൾക്കും അറിയാം. പക്ഷേ സംതിങ് ബെറ്റർ ആയിരുന്നു ഈ കാലം വരെ ഈ നാട്ടിലുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ വലിയ ഗൗരവമുള്ള ഒരു വിഷയമാണ്. ഈ നോട്ട് നിരോധനത്തിന് വേണ്ടി ഇവർ പറഞ്ഞു കൂട്ടിയ എല്ലാ സംഗതിയും കളവായിരുന്നു. മറ്റാരുടെ കയ്യിലും പണം ഉണ്ടാകാൻ പാടില്ല, ഞങ്ങളുടെ കയ്യിലേ ഉണ്ടാകാൻ പാടുള്ളൂ. അത് കുറച്ചൊന്നുമല്ല, വളരെ കൂടുതലാണ്. കാണുന്നില്ലേ, ഹെലികോപ്റ്ററിൽ പറന്ന് നടന്ന് സകലം വിതരണം ചെയ്തു. സീറ്റൊന്നും കിട്ടിയില്ല, അത് വേറെ പ്രശ്നം. ഇങ്ങനെ ഈ വർഗീയത, തീവ്രവാദം, അതുപോലെ തന്നെ മറ്റു പലതും പറഞ്ഞ് രാജ്യത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഏറ്റവും വലിയ എന്താ പറയുക, ഒരു നിമിത്തം പോലെ അത് വന്ന് കേരളത്തിൽ പറഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ കാണുകയാണ് നമ്മൾ. ഇതൊക്കെ പറയുന്നതൊക്കെ വെറുതെയാണ്. പക്ഷേ കള്ളപ്പണം എത്രയാണ് ഒഴിക്കുന്നത്? നമ്മളെ GST ഒക്കെ അങ്ങനെ തന്നെയാണ്. സംസ്ഥാനത്തിൻ്റെ സ്വാതന്ത്ര്യം പോയില്ലേ? നിങ്ങളിപ്പോൾ ഭരണത്തിൽ വന്നു, ഒന്നും ചെയ്യാൻ വയ്യാതെ കൈ ടൈഡപ്പാണ് സർ. എവിടുന്നാ വരുമാനം ഉണ്ടാക്കാൻ നമുക്ക് കഴിയുക? കിട്ടിയാൽ വാങ്ങാം, അത് തന്നെ. അതാണ് GSTയുടെ തിയറി. അപ്പോൾ ഈ രാജ്യത്തെ കേന്ദ്ര ഗവൺമെൻറ് ഇവർ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയാണ് ഈ നടക്കുന്ന ഈ മാതിരി പരിപാടികളാണ്. ഇതിൽ ഒരു ഒത്തുതീർപ്പുണ്ടാവാതെ വളരെ ഗൗരവമായി അന്വേഷണം നടത്തണം എന്ന് പ്രതിപക്ഷം പറയുന്നത് മുഖവിലക്കെടുക്കണം.
അതിൽ അല്പാൽപ്പം രാഷ്ട്രീയമൊക്കെ കലർത്തി നിങ്ങൾ കണക്ക് തന്നെ എന്നുള്ള നിലക്കുള്ള ഒരു സമീപനം ഉണ്ടാവരുതെന്നാണ് ഞങ്ങളെ ഇന്നത്തെ അടിയന്തര പ്രമേയത്തിൻ്റെ തിയറി. സർ ഇതിൽ BJP ഇന്നലത്തെ പ്രസ്താവനയുടെ ഒരു പകർപ്പ് എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അതിൽ പറയുന്നത് പോലീസിന് ഈ പണത്തിൻ്റെ ഉറവിടത്തിൽ സംശയമുണ്ടെങ്കിൽ ഇൻകം ടാക്സ് വകുപ്പിനെ അറിയിക്കാം. അതാണ് ബഹുമാനായ പ്രതിപക്ഷ നേതാവ് നേരത്തെ പറഞ്ഞത്. കുഴൽപ്പണ കള്ളപ്പണ ഇടപാടുണ്ട് എന്ന് സംശയമുണ്ടെങ്കിൽ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിനെ അറിയിക്കാം. അതുമാണ് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് നേരത്തെ പറഞ്ഞത്. അതൊന്നും ചെയ്യാതെ പോലീസ് നിയമപരമായി അധികാരമില്ലാത്തൊരു അന്വേഷണം നടത്തുകയും വിവരങ്ങൾ പൊലിപ്പിച്ച് മാധ്യമങ്ങൾക്ക് നൽകുകയും ചെയ്യുന്നതിൻ്റെ പിന്നിലെ രാഷ്ട്രീയം എന്താണ് എന്ന് പറഞ്ഞിട്ട് ആ പ്രസ്താവന പോവുകയാണ്. സർ, എന്നിട്ട് അവർ പറയുന്നത് രാജ്യത്ത് അവർ നേടിയ വളർച്ചയുടെ കാര്യമാണ്, അതുകൊണ്ട് ഞങ്ങൾക്കിതൊന്നും ബാധകമല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അവസാനിപ്പിക്കുന്നത്. സർ, ഇവിടെ ഈ അന്വേഷണത്തിൽ നമ്മുടെ ഒത്തുതീർപ്പിൻ്റെയൊക്കെ വിദഗ്ധന്മാരാരാണെന്ന് നാട്ടിൽ നല്ലതുപോലെ അറിയാമല്ലോ. ഞങ്ങളൊന്നും ഒത്തുതീർപ്പിൻ്റെ ആൾക്കാരല്ലാലോ ഏത് കാര്യത്തിൽ. സർ, ഇവിടെ തൊഗാഡിയക്കെതിരെ നേരത്തെ ചാർജ് ചെയ്തിരുന്ന കേസ് പിൻവലിച്ചത് ആരായിരുന്നു? ഞങ്ങളായിരുന്നു. സർ, ഇവിടെ പിൻവലിച്ചത് ഞങ്ങളാണെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ അതല്ലേ അവർ പറഞ്ഞത്. സർ, അതേപോലെ തന്നെ MG കോളേജിൽ അവിടെ ABVP-ക്കാർ നടത്തിയ ഒരു ആക്രമണം ഉണ്ടായിരുന്നില്ലേ? ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ കാലാണല്ലോ ചതറിപ്പോയിരുന്നത്. ആ കേസ് ആ RSSകാരെ സംരക്ഷിക്കുന്നതിന് വേണ്ടി പിൻവലിച്ചത് ആരായിരുന്നു? ഞങ്ങളായിരുന്നു. സർ, അതുകൊണ്ട് ഞങ്ങളൊന്നും ഒത്തുതീർപ്പിൻ്റെ ആളല്ല. അതൊക്കെ നിങ്ങൾക്ക് ചേരുന്ന പട്ടമാണ്. അത് നിങ്ങൾ തന്നെ എടുത്തടിഞ്ഞോളൂ. ഞങ്ങളെ കയ്യിൽ കിട്ടിയിട്ടുള്ള കാര്യം എന്താണോ അത് നിയമപ്രകാരം കൃത്യമായി അന്വേഷിക്കുകയും കുറ്റവാളികളെ കണ്ടെത്തുകയും ചെയ്യും. അല്ല, ഞാനുമായി സംസാരിച്ചതിനെ കുറിച്ചൊരു പരാമർശം നടത്തിയതാണ്. ഇത്തരം കേസുകൾ ഉണ്ടാകുമ്പോൾ ഇത്രയും കോടി രൂപ ഇൻവോൾവ് ആകുമ്പോൾ പോലീസിൻ്റെ ഉത്തരവാദിത്വമാണ്. നിയമപ്രകാരമുള്ള പ്രൊവിഷൻസാണ് ഞാൻ വായിച്ചത്. മണി ലോണ്ടറിങ് ആക്ടിൻ്റെ പ്രൊവിഷൻ അനുസരിച്ചിട്ട് ഇത് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിനെയും അതുപോലെ ഇൻകം ടാക്സിനെയും അറിയിക്കണം. അതേപോലെ തന്നെ ഈ സംസ്ഥാന പോലീസിന് ഈ കേസ് പൂർണ്ണമായി അന്വേഷിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. മനസ്സിലായി? നിയമമാണിത് പറഞ്ഞത്. BJP പറഞ്ഞതുകൊണ്ടായില്ലല്ലോ. നിയമമാണത്. നിയമം സംസ്ഥാന പോലീസ് അന്വേഷിക്കുന്നില്ല. ഇതിൻ്റെ സോഴ്സ് അന്വേഷിക്കുന്നില്ല. ഇതിൻ്റെ ഈ എത്ര പണം വന്നു എന്ന് എന്തുകൊണ്ട് അന്വേഷിക്കുന്നില്ല? അത് അന്വേഷിക്കുന്നില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ഒത്തുതീർപ്പ് സംശയിക്കുന്നത്. കാരണം നിങ്ങൾക്കെതിരായിട്ട് ഇഷ്ടംപോലെ കേസുണ്ട് കേന്ദ്ര ഏജൻസികളുടെ. അപ്പം നിങ്ങൾ തിരിച്ച് ഈ കേസ് നിങ്ങൾക്കെതിരായ കേസുകൾ തീർക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് ഒത്തുതീർപ്പുകൾ നടത്തിയല്ലോ. അങ്ങാടിപ്പാട്ടാണല്ലോ ഒരുപാട് ഒത്തുതീർപ്പുകൾ നടത്തിയത്. ആരൊക്കെ വഴിയാണ് ഒത്തുതീർപ്പ് ചർച്ചകൾ നടത്തിയെന്നൊക്കെ ഞങ്ങൾ പറയാം. വലിയ താമസമില്ലാതെ ഇതൊക്കെ പുറത്തു വരും. ഇതൊന്നും ആർക്കും മൂടി വയ്ക്കാൻ പറ്റില്ല. നിങ്ങൾ ഈ കേസുകൾ തീർക്കാൻ വേണ്ടി നടത്തിയ ഒത്തുതീർപ്പുകൾ, ഇപ്പോഴുമുള്ള കേസുകൾ തീർക്കാൻ വേണ്ടി നിങ്ങൾ നടത്തുന്ന ഒത്തുതീർപ്പുകൾ, ആ ഒത്തുതീർപ്പിന് വേണ്ടി ബാർഗെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്, അത് നെഗോഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമായി ഈ കേസിനെ മാറ്റരുത്. ഇത് BJP സംസ്ഥാന പ്രസിഡന്റ് അടക്കം BJPയുടെ സംസ്ഥാന നേതാക്കളടക്കം ഇൻവോൾവ് ആയിട്ടുള്ള ഈ കേസിൽ ശക്തമായ നടപടി വേണമെന്നാണ് ഞങ്ങൾ പറഞ്ഞത്. ഒത്തുതീർപ്പിന് പോരുന്ന പറഞ്ഞത്. സർ, നിയമവിജ്ഞാനം രണ്ടു തരത്തിൽ ഉപയോഗിക്കുമല്ലോ. അതാണല്ലോ നിയമവിജ്ഞാനത്തിൻ്റെ ഒരു പ്രത്യേകത. നിയമവിജ്ഞാനം BJPയെ രക്ഷിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നൊരു ഭാഗമാണ് ഇവിടെ കാണുന്നത്. സർ, ഇവിടെ അദ്ദേഹം പറഞ്ഞു ഞങ്ങൾ നടത്തിയ ഒത്തുതീർപ്പിൻ്റെ എന്തെല്ലോ കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ പോക്കറ്റിലുണ്ട്, അല്ലെ കൈവശമുണ്ട്. സർ, പിന്നെ കാത്തു നിൽക്കണ്ട, ഇപ്പം തന്നെ പറഞ്ഞോ എന്താണെന്ന് വെച്ചാൽ. ഞങ്ങൾക്ക് അതിലൊന്നും യാതൊരു ആശങ്കയില്ല കേട്ടോ. ഞങ്ങൾ നിങ്ങളുടെ കളറിയിൽ നിന്നല്ല വന്നിട്ടുള്ളത്. ഒരു ഒത്തുതീർപ്പിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ പോയിട്ടില്ല. ഒരു ഒത്തുതീർപ്പിനും ഞങ്ങൾ ഇല്ലാന്താനും. എങ്ങനെയാണത് പിൻവലിച്ചത്? എങ്ങനെയാണ് അടങ്ങിയിരുന്നത്? നിങ്ങളെ ആഗ്രഹം അനുസരിച്ച് നടക്കാതിരുന്നത് എന്തുകൊണ്ടാണ്? നിങ്ങൾ എന്തൊക്കെ ആഗ്രഹിച്ചിരുന്നു? നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നടന്നോ? എന്തുകൊണ്ടാണ് നടക്കാതിരുന്നത്? അതാണ് മനസ്സിലാക്കേണ്ട കാര്യം. അതുകൊണ്ട് ഞങ്ങൾക്കതിലൊരാശങ്കയില്ല. നിങ്ങളുടെ കയ്യിൽ എന്താണോ ഉള്ളത് എല്ലാം എടുത്തു വെച്ചോളൂ. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ വിശദീകരണത്തിന്റെ അടിസ്ഥാനത്തിൽ അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിക്കുന്നു.